കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പൊ അത് ഇന്നലെ പറഞ്ഞത് തന്ത്രപൂർവ്വം ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ എന്തായി? അത് കിട്ടാൻ വേണ്ടി നിൽക്കായിരുന്നു. ഇത് എന്തിനാണ് അവിടെ പ്രശ്നം സാധിച്ചത്? ഞാനും നവീനും തമ്മിലുള്ള പ്രശ്നം എന്തിനാണോ സംസാരിച്ചത്? അതാണ് ഇതിന് കാരണം. എനിക്കറിയാലോ. ബിഗ് ബോസിലെ ഷാനവാസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെവിനെ പറ്റിയിട്ട്. ആ ഒരു പ്രശ്നമാണ് പിന്നെ റിയാസ് വന്ന ടൈമിൽ ഷാനവാസിനെ ദ്രോഹിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നെവിനെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് റിയാസ് വിചാരിച്ചത്. ഒരു പാർഷ്യാലിറ്റി കാണിക്കുകയാണ് അവിടെ. കാരണം ഇവർ നെവിനും റിയാസും ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണല്ലോ. അപ്പോൾ അവർക്കെതിരായിട്ടാണ് ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എഗൻസ്റ്റ് എന്ന് പറഞ്ഞുകൂടാ. അവിടെ നെവിൻ ചെയ്ത ഒരു ഫിസിക്കൽ അബ്യൂസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചത്. അപ്പം ആ ഒരു ടോപ്പിക്ക് അവിടെ വന്നപ്പോൾ മുതൽ റിയാസ് ഷാനവാസിനോട് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ആ ഒരു ടാസ്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട്, മനസ്സിൽ എന്തോ ഒരു ഇത് വെച്ചിട്ട്, ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് പലപ്പോഴും ഷാനവാസിനോട് റിയാസ് പെരുമാറുന്നത് കണ്ടിട്ടുള്ളത്. ഇത് ടാസ്ക്കാണ്. ആ ടാസ്കിൽ ഹോട്ടലിലേക്ക് ഗസ്റ്റായിട്ട് റിയാസ് വരുന്നതാണ്. പക്ഷേ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജോലിക്കാരനെ പിന്നാലെ നടന്ന് ഒരിക്കലും ടോർച്ചർ ചെയ്യില്ല. അപ്പോൾ ഷാനവാസ് അവിടെ നന്നാക്കിയ സ്ഥലം ബാസ്ക്കറ്റിലെ വേസ്റ്റൊക്കെ വെച്ചിട്ട് അവിടെ ഒന്നായിട്ട് വെതറിടുന്നുണ്ട്. പിന്നെ മോപ്പും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അതൊന്നും ഒരു ഗസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും ഒട്ടും ലോജിക്കല്ല. പക്ഷേ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത് പിന്നെ ടാസ്ക് വൈസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ റിയാസിന് പോകാനുള്ള ഒരു ടൈമായപ്പോൾ റിയാസ് എല്ലാവരെയും ഹഗ് ചെയ്ത് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് എല്ലാവരോടും ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു വൈരാഗ്യം വെച്ചിട്ട്, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ് എന്നുള്ളത്. പക്ഷേ റിയാസിൻ്റെ ഭാഗത്തു നിന്ന് ഒട്ടും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം അയാളും അവിടെ വന്നൊരു ഗസ്റ്റാണ്. ബിഗ് ബോസ് വന്ന കൊടുത്ത ടാസ്ക് ഭംഗിയായിട്ട് ചെയ്തു പോകാന്നുള്ളൊരു കടമ മാത്രമേ അയാൾക്ക് അവിടെ ചെയ്യാനുള്ളൂ. അല്ലാതെ പുറത്തത്തെ കാര്യങ്ങൾ അറിഞ്ഞ് നെവിനെ എഗെയിൻസ്റ്റായി പറഞ്ഞതുകൊണ്ട് ഷാനവാസിനെ ദ്രോഹിക്കുക എന്നുള്ളൊരിത് അവിടെ വരുന്നില്ല. കാരണം ആളും ഇതിൻ്റെ മുൻപ് BBOSൽ കളിച്ചു പോയതാണല്ലോ. പക്ഷെ ആൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടുള്ള സപ്പോർട്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ടോ? കാരണം ആളുടെ വിചാരം എന്തോ ഭയങ്കര സംഭവമാണെന്നാണ്. കാരണം ആ ഒരു എയർപോർട്ടിൽ ഇറങ്ങുന്ന സൈഡിലൊക്കെ മീഡിയാസൊക്കെ പിന്നാലെ പോകുമ്പോൾ ഭയങ്കര ഒരു സെലിബ്രിറ്റി പോലും ഇത്ര ഒരു ഹാങ് ഓവർ കാണിക്കില്ല കേട്ടോ. അത്ര ഒരു ഇതിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാൻ അനീഷിനൊന്നും അവിടെ ഒരു ഏരിയയിൽ പോലും കാണാറില്ല എന്നുള്ളത്. പക്ഷേ അനീഷിന് പുറത്ത് എന്താണ് സപ്പോർട്ട് എന്നുള്ളതല്ല നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന സംഗതിയാണ്. ാസിൻ്റെ ഒരു എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിനെ നല്ലോണം പ്രൊവോക്ക് ചെയ്തിട്ട് ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കുക, ലക്ഷ്മി പറഞ്ഞ പോലെ. അപ്പോൾ ഇയാൾ ഷോന്ന് പുറത്തായി പോയല്ലോ. അപ്പോൾ അത് ഷാനവാസിന് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അതാണ് ഷാനവാസ് പറയുന്നുണ്ട്, നീ വിചാരിച്ചത് എന്തായാലും ഇവിടെ നടക്കൂല.